അണ്ണാ ഞാൻ ഈ കൊച്ചിയിൽ ഒരു പുതിയ പമ്പ് തുടങ്ങി, ഹൈഡ്രജൻ പമ്പ്. മറ്റേ പെട്രോൾ ഒന്നുമില്ല, ഹൈഡ്രജൻ. പക്ഷെ ഇതുവരെ ഹൈഡ്രജൻ കാറല്ലോ ഒന്നുമില്ല. ഇവന്മാർ എന്തിനാ തുടങ്ങിയെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു എന്റെ ഏഷ്യയിലെ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു കൊച്ചിയിലെ തുടങ്ങി ഹൈഡ്രജൻ പമ്പ്. ഏഷ്യയിലെ ഫസ്റ്റ് ആണോ? ആണെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ ഇതുവരെ കഴിഞ്ഞതിനകത്ത് ഞാൻ മറ്റേ വിവേകാനന്ദന്റെ തീം പറഞ്ഞ പോലെ ഇത് അത്രയും റിസ്ക് ഇല്ല ഇതില്. ഇതുവരെ വണ്ടിയൊന്നും ഹൈഡ്രജൻ ഒന്നും വന്നില്ല. പക്ഷെ എന്തിനാ തുടങ്ങിയത് എനിക്ക് അറിയത്തില്ല. കൊച്ചിയിൽ ഒരു ഹൈഡ്രജൻ പമ്പ് തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ ഏതോ ഒരു സ്ഥലത്ത് അറിയത്തില്ല. കൊച്ചിയിലെ എല്ലാ സ്ഥലവും അറിയാം. ഈ ഹൈഡ്രജൻ ആദ്യമേ കണ്ടുപിടിച്ചെങ്ങനെയാണെന്ന് അറിയൂ. ഈ മറ്റേ മൈനില് വേറെന്തോ നമ്മുടെ ഓയിൽ വെല്ല് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഈ പണിയാൻ വരുന്നവന് സിഗരറ്റ് തരും. അപ്പം മറ്റേ ഫുള്ള് പൊട്ടിത്തെറി. അവിടെ ഭയങ്കര തീയും ഇതൊക്കെ ഉമ്മാര് പേടിച്ചു. ആദ്യം ഹൈഡ്രജൻ അവിടെ ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. ഇങ്ങനെ ഈ റോക്ക് ഫോർമേഷൻ അതൊന്ന് വരുമെന്ന്. ഒരു പണിക്കാരൻ അവിടെ പോയി നൈസിലൊരു പീടി കത്തിച്ചു, പൊട്ടത്തി. അങ്ങനെ അവിടെ സംഭവിക്കും. ആദ്യമായിട്ട് ഹൈഡ്രജൻ ഇവിടെ ഈ കല്ലിൻ്റെ അടി ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഒരു ഭയങ്കര ഒരു സംഭവം അല്ലയോ? ആലോചിച്ചൊക്കെ ഈ ഭൂമിക്കടിയിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തുമാത്രം ഗ്യാസ് ഒക്കെ, എന്ത് ടൈപ്പ് ഗ്യാസുകളൊക്കെ ഭൂമിക്കടിയിൽ നിന്ന് വരുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ വർക്ക് ചെയ്യുന്ന ഫീൽഡിലാണെങ്കിൽ തന്നെ CO2, H2S, പിന്നെന്തുവാ വേറെ എന്തൊക്കെയോ എന്തൊക്കെയോ ഗ്യാസുകളുണ്ട്. അറ്റ്മോസ്ഫിയറിൽ തന്നെ എന്തുമാത്രം ഗ്യാസുള്ളൂ നമുക്ക് എല്ലാം അറിയാം. എന്താ അതിന്റെ ഒരു കണക്കുണ്ടല്ലോ, ഇത്ര 1% എങ്ങാണ്ട് ഓക്സിജനും ബാക്കി 99% ഓക്സിജൻ, 21%. ബാക്കി ഫുള്ളും നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ. ഒന്നോടൊന്ന് ചെക്ക് ചെയ്തേക്കാം ഒരു സേഫ്റ്റിക്ക്. അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തോടാ അരുണേ, ചെക്ക് ചെയ്ത എത്ര % ഉണ്ടോന്ന് നോക്കിയത്. വേറൊരു വിറ്റാലോ, നമ്മളിപ്പം ഈ പേനും ഇതൊക്കെ കാണത്തില്ലേ, ഈ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പം എന്നാ ഇതിനെല്ലാം കാലുണ്ട്, കൈ എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ആ ലെവലിൽ നമുക്ക് കാണാൻ പറ്റാത്തോണ്ടല്ലേ. ഇപ്പൊ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഇത് വെച്ച് നോക്കുമ്പോൾ ബാക്ടീരിയ ഇതിനെല്ലാം കാണാലോ. അപ്പൊ അവരുടെ ആ ഒരു ലോകമുണ്ട് അടിയിൽ നിറച്ച്. നമ്മളത് കാണുന്നേ ഇല്ല അങ്ങനെ ഒരു ജീവികൾ. അതുപോലെ നമ്മളെ മറ്റേ സ്പേസിൽ നിന്ന് നമ്മൾ നോക്കുമ്പോ നമ്മള് വരുന്ന ചെറിയ സാധനങ്ങള്. നൈട്രജൻ 78%, ഓക്സിജൻ 21 അങ്ങനെ. നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? അതായത് ഈ പ്രാണികൾ ഇതൊക്കെ നമ്മളെ ഇപ്പൊ ചുമ്മാ വരെ മൈൻഡ് ചെയ്യാൻ പോലെ. ഇപ്പൊ ഒരു ഉറുമനെ കാണാൻ ചവിട്ടി കൊല്ലുക, എട്ടുകാലി അടിച്ചു. പക്ഷെ ആ ലെവലില, ഇത്രയും മൈക്രോ ലെവലില് ഇങ്ങനെ ഓർഗാനിസംസ് ഉണ്ട്. ഇപ്പൊ മറ്റേ ഇൻസ്റ്റാഗ്രാമിനകത്ത് ആ ഓരോരോ വീഡിയോകൾ വരുന്നുണ്ട്. സൂമാര് ഈ ഓരോന്ന് ചെയ്തും ലിപ്സ്റ്റിക്കിനകത്തൊക്കെ കാണുന്നത് ഇങ്ങനെ വരെ പോലത്തെ സാധനം. ഞാൻ അതുകൊണ്ട് എപ്പോഴും എന്റെ പെങ്ങടുത്ത് ഗേൾഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ പറയും, ലിപ്സ്റ്റിക് ഒന്നും ഇടരുത്, വിഷവാ. ഇവര് തന്നെ പറയുന്നുണ്ട്. നല്ല പ്രോഡക്റ്റ് ഒന്നും ഇടുന്നതിന് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവന്മാര് നമുക്ക് ഏത് പ്രോഡക്റ്റ് ആണെന്ന് അറിയത്തില്ല. ഇവര് മറ്റേ ഇങ്ങനെ ചെറിയൊരു പാർട്ട് എടുത്ത് വെച്ചിട്ടില്ല, ലിക്വിഡിനകത്ത് ഇട്ട് സൂം ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഇങ്ങനെ മറ്റേ വെളുത്ത സാധനം കുറെ ഇങ്ങനെ വേറെ. അതുപോലെ ഇത് ലിപ്സ്റ്റിക്ക് മാത്രമല്ല, മാഗിക്കകത്തുണ്ട് മറ്റേ ഇല്ല എന്തോ ചെറിയ വെളുത്ത കളറിയിരിക്കുന്നില്ല പറക്കുന്ന പ്രാണി പോലത്തെ സാധനം. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ എല്ലാത്തിനകത്ത് എന്താ നമ്മളത് കാണുന്നില്ല. ഇപ്പൊ നമ്മള് തന്നെ ഇപ്പം കൈ കഴുകാതെ ഇപ്പൊ ഫുഡ് നമ്മൾ എന്താ കയ്യിലൊന്നും ചെളിയൊന്നും ഇല്ല, പക്ഷെ നല്ല ബാക്ടീരിയ എല്ലാം കാണും. നമുക്ക് അസുഖം എല്ലാം അങ്ങനെയല്ല. എത്ര കൈ കഴുകിയാലും ബാക്കി ലിപ്സ്റ്റിക്കിനകത്ത് മാത്രമല്ല, ബാക്കിയെല്ലാം ബ്യൂട്ടി പ്രൊഡക്ഷൻ ആണെങ്കിൽ തന്നെ എല്ലാത്തിനകത്തും ഇതുപോലത്തെ എല്ലാ സാധനത്തിനകത്തും മറ്റേ അല്ലെങ്കിൽ പിന്നെ അബ്ബാസ് വരുന്ന പോലെ ഹാർപ്പിക് ബാക്കി 99.9% ബാക്കി വരുന്ന 2 കീടാണുമായിരിക്കും അത്. ഇപ്പൊ പുതിയൊരു പരിപാടി തുടങ്ങി. എന്നാ അറിയോ? റേസ് എങ്ങനെയാണെന്നറിയോ? സ്പേമിന്റെ റേസ്. മറ്റേ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കും ഏറ്റവും ആദ്യം ഫസ്റ്റ് അടിക്കുന്ന അതിന്റെ സർക്യൂട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് എന്നാ സീനെ ഉമാര് പക്ക സ്പേം റേസ്. നമ്മുടെ നാട്ടിൽ നീന്നാലേ നമ്മള് 3 പേര് ഇപ്പൊ പറയാം കോമ്പറ്റീഷൻ. ഇതിന്റെ റേസ് പിള്ളേര് വരും മറ്റേ 2K ഫുണ്ട്. ഞാൻ ആലോചിക്കും ഇവിടെ അങ്ങനെയൊക്കെ തുടങ്ങിയ എന്നായിരിക്കും അവസ്ഥ. നമ്മളത് അടുത്ത് നാട്ടുകാർ തല്ലിക്കൊല്ലുന്നു. സാധാരണ ഇത് കുറച്ച് കഴിയുമ്പോ പക്ഷെ ഇതൊക്കെ ഒരു നോർമലായിട്ട് അല്ലെ. ഇത് സ്പേം റേസ് ഒന്നും എനിക്ക് അത്ര നോർമലായിട്ട് തോന്നുന്നു. എന്നാലും ഇവന്മാരുടെ ഐഡിയ എന്റെ ദൈവം. മൈക്രോസ്കോപ്പ് വെച്ച് സ്ക്രീനിൽ കാണിക്കും. ഞാൻ ആ വീഡിയോ കണ്ടു. ഇവര് ഇത് മൂന്ന് അത് മൂന്ന് മറ്റവന് കുറെ ആൾക്കാരല്ലോ മറ്റേ F1 റേസിംഗ് ഒക്കെ ബെറ്റിംഗ് ഒക്കെ കാണില്ലേ ഏറ്റവും കൂടുതൽ കുതിരയോട്ടത്തിന് ബെറ്റ് ചെയ്തു. അതാ
ഇവിടെ F1 കാറൊക്കെ പോകുന്നല്ലോ ഇത് പോകുന്നു എന്നാ പോക്കാ പോകുന്നത് ഇത് മലയാളത്തിൽ ഒന്ന് Commentary. കമന്ററി ഒന്ന് ആലോചിച്ച് നോക്കി മറ്റേ പുള്ളിയല്ലേ അവന്റെ മണം ഇത് മുന്നേറുന്നു സീരിയലിലൊക്കെ കമന്ററി എന്തോ അടിച്ചു പൊങ്ങി മറ്റേ മലയിലെ ഒരു boom chicka wow. അല്ല ശബരിമലയിലെ എന്തോ മകരജ്യോതി തെളിയുന്നത് പോലെ അവന്റെ ഫ്രെയിം ഇത് അടിച്ചു പൊങ്ങിയിരിക്കുന്നു പറഞ്ഞു. അതൊക്കെ പറഞ്ഞാലപ്പോ സീനാവും. ക്രിക്കറ്റിന്റെ കമന്ററി ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കമന്ററി ഉണ്ടായിരുന്നല്ലോ അല്ലേ ഓർമ്മയില്ലേ അറിയില്ല ഉണ്ടായിരുന്നു ചാൻസ് ഉണ്ട്. ഉണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നു കാരണം അതൊരു സിനിമയ്ക്കകത്തും വന്നത് അത് എന്നാലും ഞാൻ ആലോചിക്കും എടാ അവിടെ എന്തൊക്കെ ഓണ്ടർപ്രണർഷിപ്പ് അതായത് ഇതുപോലെ UFC മറ്റേ ഇടിയ ഫുൾ മിക്സ് മാർഷൽ ആർട്സിന് അതിന്റെ ടൂർണമെന്റ് ആൾക്കാരെല്ലാം വന്ന് ക്യൂ അവിടെ കയറാൻ എന്തോ പാടാന്ന് പറയും എന്തോ ഗ്ലോബൽ ഇവന്റ് അവിടെ നടക്കുന്നത്. അതുപോലെ യുവമാര് എനിക്കറിയാൻ പറ്റില്ല യുവമാർ ഇതങ്ങ് തുടങ്ങുമോ മനസ്സിലാവും രണ്ടും കൽപ്പിച്ച് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒന്നും തോന്നണല്ലേ മറ്റേ ഏറ്റവും കൂടുതൽ പാർട്ട് ചെയ്യുന്ന നമുക്ക് നിർത്താം ഇത് വേറെ ടോപ്പിക്കിലോട്ടോ ഇത് പറഞ്ഞു പറയാൻ ശോകമാവും ഇവരൊക്കെ മറ്റേ ഇത് അടുത്ത പറയാം ഇൻട്രസ്റ്റ് വന്നു ഇന്നോട്ട് ട്രെയിനിങ് ഇതിന് ഫസ്റ്റ് അടിക്കാൻ വേണ്ടി മറ്റേ ഒളിമ്പിക്സിനൊക്കെ ആൾക്കാരെ ട്രെയിൻ ചെയ്ത പോലെ ഇത് ആലോചിക്കും ഒളിമ്പിക്സിന് ഈ കാറ്റഗറിയൊക്കെ വന്ന് ഒളിമ്പിക്സ് കാറ്റഗറി ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ ഭയങ്കര സ്ട്രേഞ്ച് കാര്യങ്ങളൊക്കെ. എന്തായാലും വേറൊരു സമാധാനമുണ്ട് ഇനിയിപ്പോ ഇതൊക്കെ നടത്താം ഇന്നലെ കൊണ്ട് മറ്റേ ഇന്ത്യ പാക് യുദ്ധം എല്ലാം തീർന്നല്ലോ യുദ്ധം തീർന്നെന്ന് പറയുന്നു ഇതിപ്പോ എന്നാ ഇത് ഞായറാഴ്ച ഇതുവരെ ഇപ്പൊ ഒരു സമാധാനത്തിന്റെ ഇന്നലെ രാത്രിയില് മറ്റേ ഇവന്മാരെ ഇത് ചെയ്തില്ലയോ ഏതാ അവിടുന്ന് ഒരു 7 വട്ടോ ഇത് ഡ്രോൺ എന്തോ കേരളത്തിലെ 24-നകത്ത് വെച്ച് തള്ളിയേക്കുക ഇന്ത്യ തിരിച്ചടിച്ചെന്നും പറഞ്ഞു. നമ്മൾ റിപ്പബ്ലിക്കിനകത്ത് കണ്ടോണ്ട് പാകിസ്ഥാൻ ഡിക്ലെയർ വാർന്ന് വരെ ഞങ്ങള് ഫുള്ള് ലൈവ് രാത്രി മൊത്തം കണ്ടോണ്ട് കാരണം എന്തോ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആദ്യം ഒരുത്തൻ പറഞ്ഞു അവൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞത് അവൻ എന്തോ ഒരു ഇത് വന്നു പാകിസ്ഥാൻ ഡിക്ലെയർ വാറെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മറ്റേ അർണവ് ഗോസ്വാമി വന്നിട്ട് ഇയാള് മറ്റേ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ സ്പീച്ച് കൊടുത്തു ഇതിനെതിരെ അല്ല ഇവരുടെ മീറ്റിംഗ് കഴിഞ്ഞതിന്റെ ഒരു സ്പീച്ച് കൊടുത്തപ്പോഴത്തേക്ക് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞിട്ട് പിന്നെ അവർ പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാം നിന്നല്ലോ എന്നുള്ള ഒരു രീതി സംസാരിക്കും. അപ്പോഴത്തേക്ക് ഇവിടെ മറ്റേ ഡിക്ലെയർഡ് വാർ ഏതാ യുദ്ധം തുടങ്ങി. ഞങ്ങൾ ഇങ്ങനെ കേട്ടു പെട്ടെന്ന് ഇവൻ പറയുക ന്യൂസ് ഇത് അവിടുത്തെ PM പറഞ്ഞു ഡിക്ലെയർ വാർ ഡിക്ലെയർ വാർ ഒരു 2-3 സെക്കൻഡ് പൈസ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ പണി പാളി വേഗം പോയി കുറച്ച് ക്യാഷ് ഒക്കെ സെറ്റ് ചെയ്ത് അല്ല നാളെ ട്രാപ്പാവും ഇങ്ങനെയൊക്കെ ആലോചിക്കാം. പിന്നെ അതിന്റെ ഒരു 2 സെക്കൻഡ് എന്തോ ഫേക്ക് ന്യൂസ് എന്തോ വന്നു. പക്ഷെ കുറെ ഫേക്ക് ന്യൂസ് ഇതിന്റെ ഇടയിൽ വരുന്നു. ഈ സെയിം സമയം തന്നെ നമ്മൾ ഈ ഇത് കേട്ടോണ്ടിരുന്നതിന്റെ കൂട്ടത്തിലാണ് മറ്റേ 8 ഡ്രോൺ വന്നിട്ട് പോയില്ല അതിന്റെ കാര്യം പറയും റിപ്പബ്ലിക് TVക്കകത്ത് പറയുക. അതിന്റെ കൂട്ടത്തിൽ ഞാൻ നമ്മളെ 24 എന്തോ ഏതോ ഒരു 24 ആണെന്ന് തോന്നുന്നു മറ്റേ മൊട്ടത്തലേന്റെ അതാന്ന് തോന്നുന്നു ആ ഇത് വെച്ച് നോക്കി അത് നോക്കിയപ്പോ അത് പറഞ്ഞേക്കുന്ന യുദ്ധം തുടങ്ങി. യുദ്ധമൊക്കെ സത്യം പറഞ്ഞ ആർക്കും അറിയത്തില്ല യുദ്ധം തുടങ്ങിയതല്ല ഇന്ത്യ തിരിച്ചടിച്ചു. നമുക്കും ഇപ്പൊ അറിയത്തില്ല നമ്മൾ ഓരോ ന്യൂസ് കേട്ടാണല്ലോ ഇത്. അപ്പൊ ഈ കള്ളത്തരം കേൾക്കാനും മിസ്ഇൻഫർമേഷൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് കാരണം ഒരു അറ്റവും മൂലയും കിട്ടുക. അതെ അത് ഇന്ന് രാവിലെ നമ്മൾ കണ്ടില്ല മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ വിക്കിത്തൊക്കെ കയറി പറയുന്നത് നൈസായിട്ട്. പക്ഷെ മീഡിയ കൂടുതലും കുറെ ഫേക്ക് ന്യൂസസ് പ്രൊവൈഡ് ചെയ്യുന്നു. കുറെ ഉണ്ട്. എല്ലാരും ഇപ്പം ഇത് നോക്കി നിൽക്കുക അതിന്റെ അടുത്ത ന്യൂസിന് ഇടാം. അപ്പൊ പെട്ടെന്ന് ഒരാളാണ്ട് ഇപ്പൊ അത് വന്നതാണ് എല്ലാരും അത് കാണാൻ പോകും. ഇവന്മാര് ഇത് പറയുമ്പോ ഇത് കാണാൻ പോകും. സത്യം പറഞ്ഞാൽ വേരിഫൈഡ് സോഴ്സ് ഇവിടുത്തെ ന്യൂസ് ഒക്കെ ഷോ അത് കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇന്ത്യ കേരളത്തിലെ ന്യൂസ് കാണുകയും ചെയ്തത്. കേരളത്തിലെ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ജെനുവിനിറ്റി എന്ന് പറയുന്ന സാധനമല്ല. അവന്മാര് പക്ക അത് നമുക്ക് ന്യൂസ് രണ്ട് ന്യൂസ് കൂടെ വെച്ച് നോക്കിയാൽ മതി. അവന്മാര് ഇതിനകത്തും ഉണ്ട് TRP റേറ്റിംഗ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും ഒരു കുറച്ചുകൂടെ ഒരു 10% അല്ലെങ്കിൽ ഒരു 20% ജെനുവിനിറ്റി കൂടിയത് ഇന്റർനാഷണൽ വിശ്വസിക്കുന്നത് മണ്ടത്തരാണ് ഞാൻ പറയുന്നത്. കണ്ണടച്ച് നമ്മൾ വിശ്വസിക്കുന്നില്ല, നമ്മളത് ഫോളോ അപ്പ് ചെയ്യുമല്ലേ. ഇപ്പൊ നമ്മൾ ഇന്നലെ തന്നെ നമ്മളത് കേട്ടിട്ട് ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പം ഒരു പെട്ടെന്ന് ഒരാളേക്കോ നമ്മളങ്ങ് പറയുമല്ലോ. പിന്നെ അടുത്ത വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ പറഞ്ഞു ഇന്നലെ തന്നെ നീ എത്ര പേരുന്നു എല്ലാരും 2 പേരൊക്കെ അടിച്ച് ന്യൂസ് കണ്ടോണ്ടിരിക്കും. അവിടെ സീനായി നമുക്കത് ഇപ്പൊ പോണം ഇപ്പൊ നമുക്കത് എല്ലാം പാക്ക് ചെയ്തോ ഓരോ സെറ്റ് ഷർട്ട് കൊടുപ്പോ എല്ലാം പാക്ക് ചെയ്തോ പോവാതെ നമ്മളത് വീണ്ടും അത് ബാക്കി ഇങ്ങനെ കണ്ടോണ്ടിരുന്നോണ്ട് നമുക്ക് മനസ്സിലായി പ്രത്യേകിച്ച് ഒന്നുമില്ല വെച്ച ആളെ. ഇതിപ്പോ കേട്ടെടുത്ത ഉടനെ TV ഓഫ് ചെയ്ത് സാധനമൊക്കെ എടുത്തു. പക്ഷെ ഒഫീഷ്യൽസിന്റെ പ്രസ് കോൺഫറൻസ് പറയുന്ന
അതിൽ ഉള്ള സത്യാവസ്ഥ മാത്രമേ ഉള്ളൂ. പ്രസ് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു സമ്മറി പോലെ അവര് പറഞ്ഞത് എല്ലാം എല്ലാം കഴിയുമ്പോഴാ പട്ടപ്പട്ടയെന്നുള്ള ന്യൂസ് ആൾക്കാരിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും. നമ്മളിത് കേൾക്കാൻ തുടങ്ങി നമ്മൾ മറ്റേ സീരിയൽ അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പ്രസ് കോൺഫറൻസിനകത്ത് പറഞ്ഞായിരുന്നു അവര് സീസ് ഫയർ വയലേറ്റ് ചെയ്തു, ബാർമി ഹാസ് ഫ്രീ അവർക്ക് ഇത് കൊടുത്തേക്കുവാണ്, ഇനിയും വയലേറ്റ് ചെയ്യുവാണെങ്കിൽ തിരിച്ചടിക്കാനുള്ള ഇത് കൊടുത്തേക്കുവാണെന്ന് പറഞ്ഞ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് മറ്റേ ആ ന്യൂസ് വായിക്കുന്നവൻ പറയുന്നത് അയ്യോ എന്ത് വാർ ഡിക്ലെയർ ചൈന ഫുൾ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാനെ വാർ ഡിക്ലെയർ ചെയ്ത് എന്തോ വാർ ഫീൽഡിൽ നമ്മൾ കാണിക്കാന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംസാരം. അപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു സീൻ. അത് കഴിഞ്ഞ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ ഈ വ്യാടെ അവിടുത്തെ PM ഷഹാബ് ഷെരീഫിന്റെ ഇത് മറ്റേ അവരുടെ അങ്ങനെ സ്പീച്ച് ടു പബ്ലിക് അവിടുത്തെ പാകിസ്ഥാൻ പബ്ലിക്കിന്റെ അടുത്തുള്ള ഇത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അർണബ് ഗോസ്വാമി ഇപ്പൊ സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി അറിയാത്ത കാര്യം പറയാതിരിക്കുന്നത്. അല്ല നമ്മളിതിപ്പോ നമ്മൾ അറിഞ്ഞ കാര്യമല്ലോ ഇത്ര നമുക്ക് ഇപ്പം ഞാൻ കാണിക്കട്ടെ ഇതും സത്യമാണോന്നില്ല. മീഡിയ എന്ന് പറഞ്ഞാൽ ട്രൂത്ത് സംസാരിക്കുന്നതാണല്ലോ വെപ്പ്. പക്ഷെ അവന്മാര് പറഞ്ഞത് എല്ലാം ബിസിനസ്. ഈ വാർ നടക്കുന്ന പൈസയാണ്. ഇപ്പൊ അമേരിക്ക നമ്മളെ സഹായം എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് എല്ലാം ഓക്കെ ആണെന്ന് ഇപ്പൊ തോന്നുന്നു. ഇതുവരെ വലിയ വാർത്തയൊന്നും വന്നിട്ടില്ല. ഞായറാഴ്ച പീസാന്ന് തോന്നുന്നു. അതിനിപ്പോ ശ്രീനഗറിലൊന്നും പ്രശ്നമില്ലെന്നൊക്കെയാണ് പട്ടാളക്കാരുടെ അവസ്ഥയാണ്. ഞാൻ പണ്ട് വിചാരിച്ച പട്ടാളത്തിലൊക്കെ ചേർന്നു. എനിക്ക് മറ്റേ റോയലൊക്കെ ചേർന്നത് ആഗ്രഹം. അവിടെ ചുമ്മാ നമ്മള് പോയി ചേരുവല്ല അവര് നമ്മളെ അതാ എടുക്കട്ടെ ചേട്ടാ റോയൽ ഞാൻ ഇന്നോട്ട് റോയൽ ഇവനെ ഒരു ഇവിടെ മറ്റേ തുണി പെനീനോ ഞാൻ ഇന്നോട്ട് ഞാനും ഉണ്ട്. പിന്നെ നമുക്കൊരു സത്യം പറഞ്ഞ ഒന്നും മനസ്സിൽ വരുന്നില്ല സംസാരിക്കണല്ലയോ. അതെന്നാ അറിയോ കുറച്ചു ദിവസമായിട്ട് ഭയങ്കര ശോകം. ഞാൻ സത്യം പറയും ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാമിനകത്ത് പിന്നെയും വിട്ടുപോയി. ഞാൻ കുറെ നാളെ ഡിലീറ്റ് ചെയ്തെല്ലാം പീസായിട്ടായത്. നമ്മുടെ ഈ പേജിന്റെ ഇതൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങി. ഇപ്പം പിന്നെ മറ്റേ ഗ്രൂപ്പിനകത്ത് കയറി 2 ദിവസമായിട്ട്. അപ്പൊ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഗുണമുള്ള കാര്യങ്ങളൊന്നും എന്റെ മനസ്സിലോട്ട് വരുന്നില്ല. മനസ്സിലായി അത് എനിക്ക് ഇപ്പൊ എന്തോ ഒരു എല്ലാം കൊണ്ടും ഒരു ഇച്ചിരി ബുദ്ധി കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അത് കാണാൻ തുടങ്ങിയിട്ട്. നമുക്കിനി കുറച്ച് ശാന്തി സമാധാനത്തിനെ പറ്റി സംസാരിച്ചാലോ? എന്താണ് നിന്റെ അഭിപ്രായം? ശാന്തി, സമാധാനം, ലവ്, അതിനൊക്കെ പറ്റിയുള്ള അഭിപ്രായം? തൊട്ടിയോ? അത് പറയട്ടെ, ഓരോരുത്തരുടെ അഭിപ്രായം അല്ലയോ? വേണ്ടേ? എന്നാ ശാന്തി സമാധാനത്തിനെ പറ്റി. അല്ല ഞാൻ ഒരു കോമഡി കണ്ടിട്ട് ഈ മറ്റേ കോമഡി ഇന്ത്യൻ കോമഡിയാണ്. ഇതിപ്പം ഒരാള് ഒരു ഗ്രാമത്തിൽ ഇപ്പൊ മീൻ പിടിച്ച് കാണുക. അപ്പം അവനാണെങ്കിൽ കുറച്ച് മീൻ വയ്ക്കും വിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു ക്യാപിറ്റലിസ്റ്റ് വന്ന് പറയാ നീ എന്നെ കാണിക്കുക, നീ ഇങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത്. നീ പോയി ഒരു ബോട്ട് ഒരു ലോൺ എടുത്ത് ഒരു ബോട്ട് മേടിച്ച് കുറെ മീനും കൂടെ പിടിച്ച് ഇപ്പൊ ഇവൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ മീൻ പിടിക്കാൻ പോവും, ഇത് ചെയ്യും. അവന്റെ ഡെയിലി ലൈഫ് ആവുമ്പോൾ വൈകിട്ട് പോയി കൂട്ടാവിടെ കാണണം, അടിക്കും, ഡാൻസ് കളിക്കും, തിരിച്ച് ഇതൊക്കെ വേണ്ട ജീവിതം. ക്യാപിറ്റലിസ്റ്റ് വന്ന് പറയുക നീ ഇങ്ങനെ ഒന്നും അല്ല ജീവിക്കണ്ട, നീ ഒരു ബോട്ട് ലോൺ എടുത്ത് ഒരു ബോട്ട് മേടിച്ച് ഇത്രയും മീനൊക്കെ മേടിച്ച് വലിയ ബിസിനസ് ഇത്ര പൈസ ഉണ്ടാക്കി ഇത് വിറ്റ്. അപ്പം അവൻ ചോദിക്കും ഇതെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് എന്തോ എന്നാ ചെയ്യണ്ട അതെല്ലാം പൈസ എല്ലാം കിട്ടി ഇനി എന്താ ഉണ്ട്. ഇനിയിപ്പം നിനക്ക് സുഖമായിട്ട് ഒരു സ്ഥലത്തൊരു വീടൊക്കെ മേടിച്ച് മീൻ പിടിക്കാൻ പോകാം, വൈകിട്ട് വന്ന് കൂട്ടുകാരോടെ വെള്ളം അടിച്ച് പീസായിട്ട്. ഇവൻ ഇത് തന്നെ ആദ്യമേ ചെയ്തോണ്ടിരുന്നു. മനസ്സിലായോ? രാവിലെ മീൻ പിടിക്കും, വൈകിട്ട് ഉള്ള കാശിന് പോയി കള്ളു പിടിക്കും. ഇതിപ്പം കുറച്ചുകൂടെ ഞാനിപ്പോ പറയാം നമ്മുടെ ഇപ്പൊ കുറെ പൈസ വന്നു. ഞാനും അതാ ചിന്തിക്കുന്നത്. ഒരു വല്ല വാങ്ങണുള്ള മൂന്നാളിലൊക്കെ ഒരു സ്ഥലം മേടിച്ച് അവിടെ പീസായിട്ട് ഇങ്ങനെ കള്ളൊക്കെ അടിച്ചിരിക്കാത്. ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പൊ പണിയൊന്നും ഇല്ലേലും അത് തന്നെയാ ചെയ്യുന്നത്. ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. ലാസ്റ്റ് പൈസ ഉണ്ടേലും ഇല്ലേലും എന്റെ ഗോൾ ഇതാ, ചില്ല് ചെയ്യാന്നുള്ള ഗോള്. അത് എന്റെ പൈസ ജോലി ചെയ്യുന്നത് എന്തിനാ? ആഹാരത്തിനും വെള്ളത്തിനും നമ്മുടെ സമാധാനത്തിനും വേണ്ടിയിട്ടാണല്ലോ. ഇപ്പൊ കുറെ പൈസ ഉള്ള എല്ലാരും ആഗ്രഹം ഒരു സ്ഥലത്ത് ഇങ്ങനെ പീസായിട്ട് ഇരിക്കണം. പിന്നെ കുറെ പൈസ ഉണ്ടെങ്കിൽ പണിയെടുക്കാതെ ജീവിക്കാം. പൈസ ഇല്ലെങ്കിൽ നമ്മൾ പണിയെടുത്ത് പൈസ ഉണ്ടാകും. അതായത് മറ്റവൻ ആദ്യം തൊട്ട് ഇത് തന്നെ ചെയ്തോണ്ടിരുന്നത്, മീൻ പിടിക്കാൻ പോവും, കള്ളടിക്കും. ഇപ്പൊ കുറെ പൈസ ഉണ്ട്, ഇനിയിപ്പോ ഇതൊക്കെ സ്വസ്ഥമായിട്ട് ഒരു 40-50 വയസ്സാകുമ്പോ മീൻ പിടിക്കാൻ കള്ളയെല്ലാരും വെറുതെ ഇരുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്തോട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ണിത്തള്ളി വെച്ച്
എല്ലായിടത്തും നടക്കുന്നത് ഇതന്നെ. പിന്നെ എന്താ നീ എന്തായാലും ഒരു കാര്യം പറ, ഞങ്ങൾ നോക്കട്ടെ. ഞങ്ങൾക്കൊരു വേറൊരു പെർസ്പെക്റ്റീവ്. അതെ, ഇത് ചിലപ്പോ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം കുറെ നാളായി കൊണയടിച്ച്. ഞങ്ങളുടെ പെർസ്പെക്റ്റീവ് ഞങ്ങൾക്ക് മനസ്സിലായി കൊണയാന്നുള്ളത്. എന്താ ഇപ്പൊ പറയാ, തന്നെയല്ലാടാ എന്നോടും ചോദിച്ചു. ഇത് നടക്കത്തില്ല കേട്ടോ. നിന്നെ ഞങ്ങള് തൂക്കിയെടുത്ത് വേഗം സ്ഥലപ്പെട്ടു. പ്രകൃതിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രകൃതി വളരെ നല്ലൊരു അഭിപ്രായമാണ്. പ്രകൃതിയെ പറ്റിയിട്ട് നല്ലൊരു അഭിപ്രായമാണ് ഉള്ളത്. അതാണോ നിന്റെ ചോദ്യം? അല്ല, നിനക്കിപ്പം ജോലി കിട്ടിയിട്ട് കുറച്ച് നാളൊക്കെ ആയുള്ളൂ. അപ്പൊ ആ ഒരു നിനക്ക് കാലത്തെ ജോലി ഉണ്ടായിരുന്നു. ഇവിടെ മുംബൈ, നാട്ടിൽ നിന്ന് ഇപ്പൊ മുംബൈ വന്നില്ലേ, അതിന്റെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പം അതായത് ഇത്ര നാളെ നാട്ടിലായിരുന്നു, പെട്ടെന്ന് ഇതുപോലെ ഒരു സ്ഥലത്ത് വന്നത്. നീ നേരത്തെ വേറെ എവിടെയും പോയി അങ്ങനെ നിന്നിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ നാട് വിട്ട് മാറി നിന്നിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൽ തന്നെയൊക്കെ അല്ലാതെ നാട് ഇല്ല. അപ്പൊ ഇവിടെ ഒരു പുതിയൊരു സ്ഥലം, പുതിയ ഭാഷ, പുതിയ ആൾക്കാര്, പുതിയ സംസ്കാരം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ പറ്റിട്ട് എന്താണ് നിന്റെ പുതിയൊരു ഭാഷ? അതിനെ പറ്റി പുതിയൊരു ഭാഷ എന്ന് വെച്ചാൽ ഹിന്ദി ആയതുകൊണ്ട് നമുക്ക് നേരത്തെ പണ്ടൊട്ട് അറിയാം അല്ലയോ? അതുകൊണ്ടായിരിക്കും മറ്റേ നമ്മുടെ അല്ലല്ല ഓഫീസിലെ മറ്റേ പുള്ളിക്കാരി മരിച്ചു പറഞ്ഞപ്പോ അച്ഛന്ന് പറഞ്ഞു. വേറെ പതി ഗുജറാത്തി പോയോ അച്ഛ. അതല്ല, നമുക്ക് ഏകദേശം അറിയാം. എന്തായാലും വെള്ളം പാനി രണ്ടും അറിയാം. പഞ്ചാബിയോ ചോറേ ചപ്പാത്തി. അയ്യോ, പിന്നെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈല് മൊത്തത്തിൽ ഡിഫറെന്റ് ആണ് നമ്മുടെ നാട്ടിലെക്കാട്ടിലും. എന്തോ ലൈഫ് സ്റ്റൈല് ഡിഫറെന്റ് ആന്ന് പറഞ്ഞാൽ എന്തോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഇപ്പൊ നീ പോയിട്ട് നാളെ പുറത്ത് വേറെ വീട്ടിൽ പോയി പറയും അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെന്റ്. ഞാൻ ഇവിടെ നീ മുറിയതല്ലാതെ ഈ വെളിയിലോട്ടുള്ളൂ. പിന്നെ എന്ത് ലൈഫ് സ്റ്റൈലാ നിനക്കുള്ളത്? വൈകുന്നേരം പോയി അണ്ണന്റെ ചായ കുടിക്കുന്നതല്ല, എന്ത് ലൈഫ് സ്റ്റൈലാ നിനക്കുള്ളത്? എന്നാലും നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടാ. നീ എവിടെ ചില്ല് ചെയ്യാൻ വരുന്നത്? ഇവനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നെ എന്തോ ഇതാണെന്നറിയോ, എടാ വാ നമുക്ക് പോയി 2 വയറുവേദന, അല്ലെങ്കിൽ അവന് തലവേദന, അല്ലെങ്കിൽ അവന് മറ്റേ പൊന്നുവിനെ വിളിച്ച് ഉറക്കണം. ഇതൊക്കെയാണ് അവന്റെ വയ്യ വേറെ വയ്യ. അല്ല ഇവനെ സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടൊരു യൂട്യൂബറെ കാണുന്നത് ഇവരല്ലേ. ഇവൻ കാരണം നമ്മൾ മറ്റേ ഈ സാധനം ഓണാക്കിയത്. ഇവന് കേട്ടോ. നമ്മൾ ആദ്യമേ സ്വന്തമായിട്ട് ബൈക്ക്, ഒരു വീഡിയോ, മറ്റേ ഈ സാസീനൊക്കെ ഇവിടെ വന്നിരുന്ന് ഇപ്പൊ മെഴുകുവോ? അവൻ സംസാരിക്കുന്നില്ല, അവന് വയ്യ. തീർന്നു ഇല്ല. എന്തുവാ ജബാ ജബാ മറ്റേ ഹലോ ഗായ്സ് നിന്റെ മറ്റേ യൂട്യൂബിനകത്ത് നീ ആദ്യമായിട്ട് ഇത് ചാനൽ തുടങ്ങാനുള്ള, അതായത് ഞാൻ ഇങ്ങനെ കാരണം ഒരു ക്യാമറ നോക്കി ഇങ്ങനെ ചെയ്യണ ഒരു ധൈര്യം എന്തായാലും വേണം. അങ്ങനെ ചെയ്യാനുള്ള ഒരു ധൈര്യം തോന്നാൻ കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇച്ചിരി ഉറക്കെ പറയാം, കാരണം 3-4 വർഷം മുമ്പ് എനിക്കൊരു നടുവിനൊരു സീൻ കിട്ടിയായിരുന്നു. ഞാൻ വെയിറ്റ് എടുക്കുന്ന സമയത്ത് ഡിസ്ക് ഒന്ന് തെന്നി. അപ്പം അങ്ങനെ ആയപ്പോ ഞാൻ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കുറച്ചാള് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് വെയിറ്റാ പൊക്കിയ? സിമെന്റ് മറ്റേ കടയൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഞാൻ അവിടെ വെറുതെ ഒരു 10-14 ദിവസം അവിടെ വെറുതെ ഇങ്ങനെ ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി ചുമ്മാ ഓരോരോ വ്ലോഗ്സ് ഒക്കെ കണ്ട് ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോ എനിക്കൊരു ആഗ്രഹം, നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ ഓരോരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ ചെയ്യണമെന്നാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊന്ന് ചെയ്ത് നോക്കണം, മറ്റൊരാൾക്ക് ചെയ്യാമെങ്കിൽ പിന്നെ നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ എന്നൊരു ഇത്. പിന്നെ ഞാൻ അങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു. ഇപ്പൊ ഫ്രണ്ട് പറഞ്ഞാൽ നമുക്ക് നോക്കാം. അങ്ങനെ പിന്നെ അങ്ങ് തുടങ്ങി ഒരു തവണ. പക്ഷെ ഞാൻ അധികം വീഡിയോ ഒന്നും ഇട്ടില്ല, 1-2 പക്ഷെ നമുക്കൊരു എന്താ പറയാ, അപ്പോഴത്തെ സാഹചര്യങ്ങളും പിന്നെ ആ ഒരു ഇതൊന്നും അത്ര ഇതല്ലായിരുന്നു. പിന്നെ പഠിക്കാനും പോയി
റെക്കോർഡിംഗ് കാണുന്നു. അത് റെക്കോർഡിംഗ് ആയിരിക്കും. പഠിക്കാനും പോയി അങ്ങനെ 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 പഠിക്കാൻ പോയെന്ന്. പിന്നെ കുറച്ച് കോഴ്സൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ കോവിഡായി, പിന്നെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. കോവിഡിന്റെ സമയമല്ലേ ഇവിടെ യൂട്യൂബേഴ്സിന് അവന്റെ ബൂം കാണുന്നത്. അതെ, നീയും കോവിഡ് സമയത്തല്ലേ തുടങ്ങി? ഞാൻ കോവിഡ് സമയത്ത് തുടങ്ങി, പക്ഷെ പിന്നെ കുറച്ച് ബിസിയായി പോയി. പിന്നെ ഇനിയും തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്ന പോലും ആ സമയത്ത് മറ്റേ ഏതാ രാവിലെ എണീക്കുക, അടിക്കുക, ഉറങ്ങുക, തിന്നുക, ഉറങ്ങുക. ഞാൻ സത്യം പറഞ്ഞ യൂട്യൂബ് പണ്ടോട്ടാ കാണുന്നത്. കാരണം മലയാളം എന്ന് പറഞ്ഞ കണ്ടന്റ് ഇല്ല. മലയാളം കണ്ടന്റ് കാണുമ്പോൾ ഒരു സത്യം പറഞ്ഞ ഒരു അതിശയമായിരുന്നു. ഈ സത്യം പറഞ്ഞ കൊറോണയുടെ ആ സമയത്ത് ഒരു ബൂം ഉണ്ടായത്. അന്ന് എല്ലാവർക്കും യൂട്യൂബ് ചാനൽ അല്ലായിരുന്നു. ഇപ്പൊ ഭൂരിഭാഗം ആൾക്കാർക്കും ചാനൽസ് ഉണ്ട് കൂടുതലും. എല്ലാവർക്കും ഉണ്ട്. ഒരു കോമൺ തിങ് ആണ്. ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ള പോലെ തന്നെയാണ് ഒരു യൂട്യൂബ് ചാനൽ ഉള്ള എന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ, കാരണം എല്ലാവർക്കും മറ്റേ പണിയെടുത്ത് മെട്രിക്സിന് അത് വിട്ട് പണിയെടുക്കാൻ താല്പര്യമില്ല. ഇതൊക്കെ ചെയ്ത് കുറച്ച് നല്ല പൈസയും കിട്ടും എല്ലാവരും. പക്ഷെ എല്ലാവരും മിക്കവരും ചെയ്യുന്ന പൈസയ്ക്ക് വേണ്ടി. അതുകൊണ്ട് ആരും കുറെ പേരൊന്നും സക്സസ്ഫുൾ ആവാത്തത്. കാരണം ഒരു ഇഷ്ടം വേണം, അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ അത് മാത്രമല്ല, ഒരു ജെന്യൂനിറ്റിയും വേണം. പറയുന്ന കാര്യങ്ങൾക്ക് ഉള്ള ഒരു ജെന്യൂനിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ ബാക്കി ആൾക്കാർ നമ്മുടെ പിന്നെ എന്നാ കൂടെ ഒരു 1-2 പേരുണ്ട്, ഒരു രസമാണ്. അതേ ഉള്ളൂ. അങ്ങനെയുള്ള ചാനൽ അങ്ങനെയുള്ളത് രസമുള്ള. കാരണം ഒറ്റയ്ക്ക് ചെയ്യുന്നത് ഒത്തിരി കുറച്ച്. പക്ഷെ സത്യം പറഞ്ഞുള്ളൂ, നീ ഇത് നോക്കിയാൽ മതി. എല്ലാരും കൂടെ ആദ്യമേ തുടങ്ങും, പിന്നെ അടിച്ച് പിരിയുന്ന. പിന്നെ ഒരു അത് പൈസയുടെ ഇത് വരുമ്പോ നമ്മളിപ്പോ ആ സാധനം നോക്കുന്നത്. അത് മലയാളം മാത്രല്ല, എവിടെ അങ്ങനൊക്കെ തന്നെ. കാരണം പൈസയുടെ കാര്യം വരുമ്പോ ആദ്യം ഒരുമിച്ച് തുടങ്ങും, പിന്നെ ഒരാള് സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങും. അപ്പൊ പിന്നെ മറ്റുള്ളവർക്കും തോന്നും എന്നാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തുകൂടെ എന്നൊരു. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം ഞാൻ പോയി, ഇപ്പൊ ഞാൻ മാത്രമേ വീഡിയോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ചിന്ത വരുവേ ആർക്കാണേലും. കാരണം ബാക്കി ഇപ്പം എല്ലാരും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് അങ്ങനെ പിന്നെ ഈ പൈസ ഇതിലോട്ട് വരുമ്പോഴാണ് സത്യം പറഞ്ഞ ഒരു പ്രശ്നമാണ്. അത് എല്ലാത്തിലും ഇപ്പൊ ഫാമിലിയിലാണെങ്കിലും റിലേഷനാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും പൈസ വരുമ്പോ അത് ഭയങ്കര പൈസ വരുമ്പോഴാ റോങ് ആവുന്നത്. ഒന്നില്ലെങ്കിൽ നീ കൊടുത്ത പൈസ ചോദിക്കാതിരിക്കുക, പോയെന്നുള്ള ഒരു രീതിയിൽ നിൽക്കുക. അല്ലെങ്കിൽ ഈ കൊടുക്കാതിരിക്കുക. ഇത് രണ്ടുമാണ് ഈ ഒരു കാലത്തിൽ പൈസ കൊടുക്കുന്നതിനകത്ത് ഏറ്റവും വലിയ ഒരു ഇത് കാണുന്നത്. കാരണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ ഉടനെ ഒന്നും തിരിച്ചു ചോദിക്കാതെ. കാരണം നമുക്ക് ഇപ്പം അത്യാവശ്യം ഇത് ശമ്പളമൊക്കെ ഉള്ളത് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മളിത് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മളില്ല കുറ്റക്കാരെ പോലെ. അതാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ എടാ എന്തുവാ ഇങ്ങനൊക്കെ നിനക്ക് ഇത്രയും ശമ്പളം ഉള്ളതല്ലയോ, ഏതാ നമ്മൾ ഇവിടുത്തെ പൈസയാ തിരിച്ചു ചോദിക്കുന്നതെന്നുള്ളത് ആലോചിക്കണം. അങ്ങനൊക്കെയുള്ള എന്തായാലും ഒരു അതിപ്പോ ആറ് കാണാലും നമ്മുടെ എന്ന് പറഞ്ഞൊരു സാധനം അങ്ങനെ ഒരു ചിന്ത ഉള്ളിടത്തോളം കാലം അതെല്ലായിടത്തും ഉണ്ട്. ഈ മനുഷ്യനെല്ലാവർക്കും ഉണ്ട്. അത് ഉള്ളിടത്തോളം കാലം നമുക്ക് അങ്ങനെ ഒരു സാധനവും എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ശരിക്കും പറഞ്ഞ ഒരു ഇതാ നമുക്ക് തിരിച്ചു തരണം. അത് എടാ നമ്മള് ഓക്കെ നമുക്ക് നമ്മുടെ കൂട്ടുകാരനല്ലേ അവൻ എന്തെങ്കിലും അത്യാവശ്യം ആയിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരി ആരായാലും ആയിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും. അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളെ കയ്യിലില്ലെങ്കിലും നമ്മൾ എവിടുന്നേലും ഒക്കെ കടം വാങ്ങിച്ചാന്നേലും കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചു ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ പറയാം ഈ മാസം ഇല്ല അടുത്ത മാസം തരാം, അല്ലെ 2 ദിവസം കഴിഞ്ഞ് തരാം. അത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അപ്പോഴും ഇതൊക്കെ തന്നെ അവസ്ഥ. ശരിക്കും എന്താ ആൾക്കാർ ഇങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതുകൊണ്ട് കടം കൊടുക്കുന്ന പരിപാടി അങ്ങനെ നിർത്തി. അറിയാവുന്ന അത്യാവശ്യം മനഃപൂർവ്വം ചെയ്യുന്നവരാണ് കൂടുതലും ഉള്ളത്. കാരണം എനിക്ക് എൻ്റെ അനുഭവം വെച്ചിട്ട് മനഃപൂർവ്വം ചെയ്യുന്നവർ. കാരണം അവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനോ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനോ ഉള്ള പൈസയും കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ട്. അവരത് ചെയ്യുന്നുണ്ട്. നമ്മൾ കടം ചോദിക്കുന്നതല്ല, അത് നീ ആലോചിക്കണം. നമ്മൾ കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കുന്നതാണ്. നമ്മൾ ഇച്ചിരി നെഗറ്റീവിലോട്ട് പോകും. വെറുതെ കുടുംബശ്രീ ആയിട്ട് അല്ല, ഇത് എന്റെ അനുഭവം സത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അത് അവിടുന്ന് പറഞ്ഞപ്പോ എന്റെ മൈൻഡിൽ എനിക്ക് പറ്റിയൊരു സാധനം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാലും ഇല്ലെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ട്രാക്ക് മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ നെഗറ്റീവ് വൈബിലോട്ട് പോസിറ്റീവിലോട്ട് തിരിച്ചോ ഓട്ടോ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന ഇവരെ പറ. നീ പുതിയൊരു നാട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് നിന്റെ അതൊക്കെ കഴിഞ്ഞു. എന്റെ യൂട്യൂബ് തുടങ്ങി പിന്നെ ഇപ്പോഴാണ് ഇവൻ തിരിച്ച് കളത്തിലോട്ട് വരുന്നത്. ഇവൻ കാരണമാണ് നമ്മൾ ഈ കളത്തിലോട്ട് ഇറങ്ങിയത്. ഒരു പരിധി ഒരു ചെറിയ കാരണം ആവശ്യമൊന്നുമില്ല. ഇവന്റെ മൈക്ക് ഉണ്ടായിരുന്നു, നമ്മൾ ടെസ്റ്റ് ചെയ്തു.
നമ്മള് തുടങ്ങാൻ ഒരു ഫാക്ടർ ഇവനായിരിക്കും, ഒരു ചെറിയൊരു 1%, ഒരു 2%. പിന്നെ ഇവനെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വായിക്കാത്ത പലവിട്ടോണ്ടിരിക്കും. പറ എങ്ങോട്ട്. എന്നിട്ട് പിന്നെ അല്ല ഇപ്പൊ മുംബൈ വന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ്? മുമ്പേ ഞാൻ ഇപ്പൊ വന്നിട്ട് 4 വർഷമായി. എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാറ്റങ്ങളുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം ആൾക്കാരുമായിട്ട് ഇടപെട്ട് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ഇടപെട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് മറ്റേ ഉള്ള ഒരു എന്താ പറയുന്നത്, ഇപ്പൊ ഒരു എന്താ നമ്മളൊരു സംഭവം പറയുന്നത് കംഫർട്ട് സോണിൽ നിന്നല്ല, നമുക്ക് മറ്റേ പുറത്തു പോയി ഒരാളുടെ അടുത്ത് സംസാരിക്കാനും ഇന്റർഫിയർ ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു മടി ഉണ്ടായിരുന്നല്ലോ നമുക്ക് പണ്ടുണ്ടായിരുന്നത്. സ്കൂളില് കോളേജിൽ ഒരു പരിധി വരെ ആ ഒരു മടിയും ഇതുമൊക്കെ കുറേ മാറി. കാരണം പുതിയ ഇപ്പൊ നമ്മൾ പബ്ബിലും ക്ലബിലും ഒക്കെ പോവാണെങ്കിൽ നമ്മൾ തന്നെ അങ്ങോട്ട് പോയിട്ട് പല ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുമല്ലോ. അല്ലെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ആൾക്കാർ ഇച്ചിരിയും കൂടെ ഓപ്പണാ. അവർക്ക് അങ്ങനെ നമ്മളെ പോയി അങ്ങോട്ട് സംസാരിച്ചില്ല നമ്മളെ. അതായത് അവര് സംസാരിക്കുമെന്ന് പ്രൊഡക്റ്റീവാ എല്ലാരും എങ്ങനെയാലും പൈസ ഉണ്ടാക്കണം, രക്ഷപ്പെടണം. നമ്മളിത് പറഞ്ഞായിരുന്നു ഇല്ല. നമ്മളിത് പറഞ്ഞായിരുന്നു. അല്ല, നമ്മളതല്ല പറഞ്ഞത്. നമ്മൾ പറഞ്ഞ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇപ്പൊ ചോദിച്ചതല്ലേ എന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാന്നുള്ളതല്ലേ. കുറച്ചും കൂടെ സത്യം പറഞ്ഞ നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും ആൾക്കാരെ പരിചയപ്പെടാനും മിങ്കിൾ ചെയ്യാനും ഇന്ററാക്ഷൻസ് കൂടുതൽ ഇവിടെ വന്നപ്പോ പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൾക്കാരായിട്ട്. ഇപ്പൊ നാട്ടിൽ തന്നെ നിൽക്കുന്ന മലയാളികളെ ഉള്ളൂ, വേറെ ആൾക്കാർ അവിടെ വരുന്നില്ലല്ലോ. അപ്പൊ അങ്ങ് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ കൂടുതലും വർക്കിംഗ് പോപ്പുലേഷൻ ആയതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തുള്ള ആളാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നോക്കിയാൽ അതെ, മുംബൈയിലുള്ള ആളുണ്ട്, UP-കാരുണ്ട്, ഇപ്പൊ ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സും. പക്ഷെ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നമ്മുടെ ഉള്ളിലെ മലയാളി എന്ന് പറഞ്ഞാൽ ബാക്കി എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ഉള്ളിൽ വരുന്നത്. കാരണം എന്തൊക്കെ നോക്കിയാലും വേറെ ആളായിട്ട് അത്ര ഒരു കണക്ഷൻ ഉണ്ടാവുന്നില്ല. അത് ശരിക്കും ലാംഗ്വേജിന്റെ ആയിരിക്കും മെയിൻ ആയിട്ട്. കാരണം ഹിന്ദി അറിയത്തില്ല മര്യാദയ്ക്ക് അത്ര ഒരു. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറൊരു ഇതുണ്ട്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു കമ്പനി ആവുന്നുള്ള ഒരു ഇന്റർഫിയർ ചെയ്യുന്ന ഒരു ഇതും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു. ഇപ്പൊ നമ്മൾ പുറത്ത് പോയിട്ട് എത്ര പേരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, അവരെങ്ങനെ നമ്മുടെ അടുത്ത് കമ്പനിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, നമ്മൾ ആ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. നമ്മുടെ ടൈപ്പ് ആൾക്കാരെ കാണാത്ത നമ്മുടെ ആ ഒരു വൈബ് സെറ്റ് ആകത്തുണ്ട്. അപ്പൊ അത് ഇപ്പൊ ആൾക്കാരുണ്ടെങ്കിൽ അതെ, അതിപ്പം ലാംഗ്വേജ് അതിനകത്തൊരു ഇതായിരിക്കും, ഒരിക്കലും ഒരു ഇതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലാംഗ്വേജിന്റെ കുറച്ചുണ്ട്. കാരണം ഇംഗ്ലീഷിലാണ് പിടിച്ചിരിക്കുന്നത്. ഹിന്ദി എനിക്ക് അങ്ങനെ എന്താ പറയുക ഇതുപോലെ സംസാരിക്കാൻ പറ്റും. ഹിന്ദി എന്ന് പറഞ്ഞാൽ എന്താ ജസ്റ്റ് ഫോർമലായിട്ട് അല്ലെ ഒരു ക്യാബ് വിളിച്ച് പോകാനോ അല്ലെ ഒരു ഹോട്ടലിൽ ഓർഡർ ചെയ്യാനോ അതൊക്കെ. പക്ഷെ എന്നാലും ഇപ്പം നമ്മൾ ചായ കുടിക്കാൻ പോകുമ്പോൾ നമ്മൾ ജിമ്മിൽ വരുന്ന ആൾക്കാരെ കൊണ്ടുപോകും, അവരുടെ അടുത്ത് വരുന്നോന്ന് ചോദിക്കുകയും അങ്ങനെയുള്ള കുറെ. ഞാൻ കഴിഞ്ഞ ദിവസം ചായ കുടിക്കാൻ ഒരു ഹിന്ദിക്കാരൻ, പുള്ളിക്കാരൻ എന്നോട് മലയാളത്തിൽ സംസാരിച്ചു. പുള്ളി കുറെ നാളെ പുള്ളിയാന്ന് ഞാനിതാ ഭയങ്കര കമ്പനി കേരളത്തിൽ നിന്നാണോ എന്നൊക്കെ ചോദിച്ചു. ഇവിടുത്തെ വേറെ ആൾക്കാരുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടുന്ന് പുറത്ത് വെച്ച് ഇപ്പൊ നമ്മളറിയാത്ത ഒരാളാണെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അവർ വന്ന് നമ്മളെ കോംപ്ലിമെന്റ് ചെയ്തിട്ട് പല ആൾക്കാര് വന്ന് ഇപ്പൊ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ ജിമ്മിൽ പോകുന്നുണ്ടോ, നല്ല ഇതാണ് നിങ്ങൾ കീപ്പപ്പ്, അങ്ങനെ ഒരു മെന്റാലിറ്റി കുറെ എനിക്കത് എക്സ്പീരിയൻസ്. അതേ സമയത്ത് നമ്മുടെ നാട്ടിലോട്ട് പോകണം, നമ്മുടെ നാട്ടിൽ എന്തുവാ ഇത് അറിഞ്ഞല്ലോ. എനിക്കും പക്ഷെ നമ്മുടെ ഉള്ളിൽ അതുകൊണ്ട് അതിപ്പോ ഞാൻ ഒരാളെ കാണുവാണെങ്കിൽ ഇപ്പം നൈസാണല്ലോ അങ്ങനെയൊക്കെ പറയുന്നത് കുറവാ, മനസ്സിലായി. പ്രത്യേകിച്ച് മലയാളി നമ്മുടെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും. അതിപ്പം അതിനകത്ത് വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ നല്ല കാര്യമാണെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഒരു കുണമാണെങ്കിൽ അതപ്പൊ നമ്മൾ അത്രയും ക്ലോസ് ആയോണ്ടാ. പക്ഷെ വേറെ ആൾക്കാരാണല്ലോ എനിക്ക് അങ്ങനെ ഇപ്പൊ പോയി കോംപ്ലിമെന്റ് ചെയ്യാനോ നമ്മൾ അങ്ങനെ പോയി കോംപ്ലിമെന്റ് ചെയ്യുന്നത്. എനിക്ക് വേറെ ആൾക്കാരെ കാണുമ്പോൾ തോന്നും, കേരളത്തിലുള്ളവരെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ വേറെ കാരണം അവരും ഇങ്ങോട്ട് അങ്ങനെ പറയും. കാരണം എനിക്കത് അവര് ഭയങ്കര നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ നമ്മളെ ഒരു സപ്പോർട്ടീവായിട്ടാ. എന്നുവെച്ചാ നിനക്കിപ്പോ ഒരു പരിചയമില്ലാത്ത ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ട്രെയിനിൽ പോകുന്ന സമയത്താണ് ഏതോ ഒരുത്തം വന്നിട്ട് പറഞ്ഞു
കൊള്ളാം, നല്ല കൈയൊക്കെ നല്ല സൈസ് ആണല്ലോ. എല്ലാം സെറ്റ് ആയിട്ട് അന്ന് ഓർമ്മയില്ല, നീ ഇല്ലായിരുന്നോ? നല്ല സെറ്റ് ആണല്ലോ. അത് ഞാനും കുറെ സ്ഥലത്ത് പോകുമ്പോ ഇപ്പൊ എല്ലാ ടൈപ്പ് ആൾക്കാരും ഈ ചില സാധാരണ ഭായിമാരാണേലും വേറെ ചില പെണ്ണുങ്ങളാണേലും അല്ലെ വേറെ ഉള്ള നമ്മുടെ ജിമ്മിലുള്ള ആണുങ്ങളാണ് ആരാണേലും എല്ലാവരും അവരിങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന ജിമ്മിലൊരു പുള്ളിക്കാരുണ്ട്. പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ഞാൻ ഇവന്മാരൊന്നും ഇല്ലല്ലോ, എന്റെ അടുത്ത് ചോദിച്ചു ഹിന്ദി എന്നുവെച്ചാൽ നമ്മൾ എവിടെ പോയാലും എല്ലാരും നോട്ട് ചെയ്യും, അതാണ് ഇത്രയും സൈസ് ഉള്ളത്. അപ്പൊ പുള്ളിക്കാരൻ ഹിന്ദി നിങ്ങളുടെ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞ അവര് ഒരാള് പോയി പുറത്ത് പോയി, ഒരാള് അവൻ വേറെ ജിമ്മിൽ അവൻ ഇത് തീർന്നു. നിങ്ങൾ ഇവിടെ വരുമ്പോ ഭയങ്കര ഒരു ഇതായിരുന്നു, ഒരു എനർജി. കാടനടി ഞങ്ങൾ അങ്ങനെ പാരകൻ ചെരുപ്പ് ഇട്ടോണ്ട് മറ്റേ ഇത്തോളം നിക്കറൊക്കെ ഇട്ടോണ്ട് നേരെ പോയ മറ്റേ മുക്കി അടി 100-110 ഇതെങ്ങനെ എത്ര എണ്ണം അടിക്കുന്നത് താങ്കൾ ചാതനം വരെ അടിക്കാന്നുള്ള വഴിയില്ല അവിടെ പോയി ജിമ്മിൽ പോകുന്നത്. അത് മറ്റേ വള്ളിച്ചെരുപ്പൊക്കെ ഇട്ടോണ്ട് എന്നാ വിറ്റാന്നറിയോ. പക്ഷെ മറ്റേ ഒരുങ്ങിയില്ല വലിയ സെറ്റപ്പിലൊക്കെ വരുന്നമാര് വന്നില്ല 10-20 അടിക്കുമ്പോ നമ്മളില്ല ഈ കൂറ ഇത് എടുത്തോട്ട് പോയി അടുത്ത് അടിക്കുന്ന 100-100 നമ്മള് നടക്കുന്നത് പുതിയ ജിം എങ്ങനെ ഉണ്ട്? പുതിയ ഈ ജിം ആ ജിം വ്യത്യാസം ഉണ്ട്. ഈ ജിം എന്ന് പറഞ്ഞാൽ ഒരു എന്നാന്ന് പറഞ്ഞാൽ എല്ലാം ബിഗിനേഴ്സാ, എല്ലാരും എല്ലാ ടൈപ്പ് ഒരു നോർമൽ ക്രൗഡ്. ജിം എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ജിം. ഇവിടെ നമുക്ക് മറ്റേ പേ അടിക്കാം വന്ന് മറ്റേ ചലക. ഈ പുതിയ ജിം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ഒരു ഒതുക്കോ അച്ചടക്കോ ഒരു ഭയങ്കര രസമായിട്ട് ആ ജിമ്മ് കാണാൻ തന്നെ. ആഘോഷമൊക്കെ അതുപോലെ അവന്മാർ ഉണ്ടാക്കി വെച്ചത്. മെഷീൻ എല്ലാം അടിപൊളി. ഇവിടെ മെഷീനൊന്നും ഇല്ല, ജിമ്മ ശോകം. ഇവിടെ നല്ല അടിപൊളി മെഷീൻ. ഇവിടെ മറ്റേ ജസ്റ്റിനടിച്ച ഷോൾഡറിനാ കിട്ടും. ഇവിടെ പിന്നെ പകുതി മെഷീൻ ഞങ്ങളുടെ സൈസിനൊന്നും പറ്റത്തില്ല. മറ്റേ എണ്ണീറ്റ് നോക്കിയാൽ മറ്റേ ഫ്ലൈറ്റ് ഇരുന്നടിക്കുന്നതിന് വരെ കറക്റ്റ് കേട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അടിപൊളി മെഷീൻ. അതുപോലെ ക്രൗഡ് എൻറ്റയർലി ഡിഫറെന്റ് ക്രൗഡ്. എല്ലാരും ജിമ്മിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഒരു ഇവന്റിനോ ക്ലബിൽ പോകുന്നല്ലോ ജിമ്മിൽ വരുന്നത്. ഭയങ്കര വെൽ ഡ്രസ്ഡ്, ഭയങ്കര എക്സ്പെൻസീവ്. ഞാൻ അവിടുത്തെ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് ഒരു നിക്കറും ഈ ടീഷർട്ടും ഒക്കെ ഇട്ട്. മറ്റേ ഇവിടെ ഞാൻ ഷൂ പോയി ഇടത്തില്ലേ, എനിക്ക് പിന്നെ നാണായോണ്ട് ഷൂ ഇടാൻ തുടങ്ങി. അവിടെ പോയി ഇട്ടോണ്ട് അങ്ങനെയൊക്കെ അതും തേഞ്ഞു അടി മറ്റേ ഗ്രിപ്പില്ല, അതുകൊണ്ട് ചെളി പറ്റുന്നത് പറ്റും. ഇന്റെ അകത്ത് മറ്റേ റബ്ബർ മാറ്റ്സാ. എന്റെ മറ്റേ കാല് വെക്കുമ്പോ ഒരു പാടൊക്കെ വീഴും. എന്നോട് അടുത്ത ഒരു പാട് സീനാണ്. ഞാനവിടെ വരുമ്പോഴെ മറ്റേ നനഞ്ഞ ടവലിൽ ഇങ്ങനെ തുടച്ചിട്ടൊക്കെ കയറുന്നത്. അവിടെ എല്ലാരും അങ്ങനെ. പിന്നെ വരുന്ന എല്ലാരും ഒരു ഇച്ചിരി കൂടെ യങ്ങറേജ്, അതായത് ഓൾമോസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ അവിടെ വരുന്നത്. ബിഗിനേഴ്സ് ഭയങ്കര കുറവാണ്. പിന്നെ അടിക്കുന്നവരെല്ലാരും നല്ല മെഷീൻ, എല്ലാരും നൈസ്, നല്ല ഒരു വൈബാവും. പക്ഷെ ഇവിടെ അവിടെ സെയിം. ഇവിടെ മറ്റേ എല്ലാരും കേറി മറ്റേ ചലവറാടിയാ. ഇവിടെ റേറ്റ് ഒന്നും വ്യത്യാസം. ഇവിടെ ക്യൂ നിൽക്കണം ഒരു മെഷീൻ. ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് മറ്റേ ജസ്റ്റ് ഫ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് 4 പേരാ നമ്മളാണ് കോപ്പർക്കാരൻ്റെ ഒരു ജിമ്മില് താഴെ വെക്കുമ്പോ ഏതെങ്കിലും ഒരുത്തർ എടുത്തോണ്ടോ. തപ്പ് എന്ത് അത് ഇതിന് സ്പേസ് കുറവായിരുന്നു അതില്. പക്ഷെ ഭയങ്കര ആളാണ്. ഭയങ്കര ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റേ 1000 രൂപ എങ്ങാണ്ടേ ഉള്ളൂ മാസം. അതിന് 1000 അല്ല 2000 ആയിരുന്നു. അല്ലല്ല 1500 അത്ര. പിന്നെ ഇവിടത്തെ പോലെ മാസം കൊടുത്താൽ മതിയായിരുന്നു. ഇവിടുത്തെ മുംബൈയിലെ ജിംസിന്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു മാസം ജിമ്മിൽ പോകണമെങ്കിൽ തീർന്നു 5000 രൂപ 4000 രൂപ ഒരു മാസം. അതേസമയം ഒരു 10 month പ്ലാനോ അല്ല 1 year പ്ലാനോ 6 month പ്ലാൻ എടുക്കുവാണെങ്കിൽ നമുക്ക് ലാഭം. പക്ഷെ ഒരു ബൾക്ക് എമൗണ്ട് ആദ്യം ഒരു ബൾക്ക് എമൗണ്ട് കൊടുക്കണം, കാരണം അത് അവന്മാർക്ക് ലാഭം. ഇപ്പൊ നമുക്ക് ലാഭമല്ല, നമ്മള് അത്ര മാസം കാണത്തില്ല. നമ്മളിപ്പോ ഇടയ്ക്ക് ഫീൽഡിൽ പോകുന്നു തിരിച്ചു വരുന്നു എന്നുള്ള ഇത് വരുമ്പോഴത്തേക്ക് അതുപോലെ ചിലര് ജിമ്മിൽ ചേർന്ന് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാർ. അല്ല നമ്മളുടെ ഇത് നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ നമ്മളിപ്പോ നാട്ടിൽ പോയ ഞാനും വന്നപ്പോ ഇവിടെ പോയി ചോദിച്ചായിരുന്നു. അപ്പൊ അവരിങ്ങനെ ബൾക്ക് എമൗണ്ട് അപ്പൊ അത്രയും നാൾ ഇവിടെ കാണുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാം. ഇവനില്ലേ ജസ് എന്റെ നമ്മളെ ജസ് അവനാണെങ്കിൽ അവന് വീണ്ടും താഴെയുള്ള ജിമ്മിൽ ഒരു വർഷത്തെ പ്ലാൻ എടുത്തു. ഇവൻ നാട്ടിൽ പോയി 2 മാസം 3 മാസം തിരിച്ചത് അവിടെ ജിമ്മേ ഇല്ല, വേറെ പുതിയ ജിമ്മിൽ പോയി. അവൻ ചെന്ന് ചോദിച്ചു ഈ ജിമ്മിൽ പോയി നിർത്തി പോയത്. ഇപ്പൊ അവിടെ ജിമ്മില്ല. അവൻ ഒരു വർഷത്തെ പ്ലാൻ ആരെടുത്ത് നാട്ടിൽ പോയി തിരിച്ചത് ജിമ്മില്ല. അപ്പൊ അവിടെ ഇവിടെ പക്ഷെ അവിടുത്തെ ഞാനതാ പറയും, ഇവിടുത്തെ എൻവയൺമെന്റ് ഇവിടെ ചൂടൊക്കെ എടുത്ത് ജിമ്മ ഭയങ്കര തിരക്കായ ശോകം. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഹെവി എൻവയൺമെന്റ്. നമ്മളാ നിൽക്കുന്ന സ്ഥാനം നമ്മുടെ ചുറ്റുമുള്ള സാധനം മാറുമ്പോൾ നമ്മുടെ ആ ഒരു ഇത് മാറും. പക്ഷെ സത്യം പറയാൻ എനിക്ക് ഇവിടെ കുറച്ചുകൂടെ, കാരണം നമ്മളെല്ലാരും പോയി മറ്റേ മാടൻ അടി അടിച്ചാൽ എനിക്ക് ഇവിടെ ഇഷ്ടം. പക്ഷെ അവിടെ ഇച്ചിരി നൈസായിട്ട് ഇങ്ങനെ ഒതുക്കും. പക്ഷെ അവിടെ നമുക്ക് ആ കാട്ടടി അടിക്കാൻ പറ്റത്തില്ല. നിനക്ക് വരുമ്പോ അത് മനസ്സിലാവും, കാട്ടടി അടിക്കാൻ പറ്റത്തില്ല. അവിടെ പോയാൽ നമ്മള് ഡീസന്റ് ആവും. നമ്മളങ്ങനെ അടിക്കാൻ പറ്റില്ല.
അതാണ് നമ്മളാ നിൽക്കുന്ന നമ്മുടെ എൻവയൺമെന്റ് ആണ് നമ്മളെ എന്ത് ചെയ്യണത്. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഞാൻ ക്രോക്സ് ഒക്കെ ഇട്ടോണ്ടാവും, അവിടെ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ നമ്മുടെ എൻവയൺമെന്റ് ഇപ്പൊ നമ്മള് പിന്നെ കുറച്ച് നൈസായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുക, നമ്മൾ നൈസാവും. അതേസമയം ഒരു ശോകം സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ശോകമായി പോകും. നമ്മളെ ഹാങ് ഔട്ട് ചെയ്യുന്ന ക്രൗഡും നമ്മളിപ്പോ നല്ലൊരു അപ്പാർട്ട്മെന്റിലൊക്കെയാണ് നിൽക്കുന്നത്, നല്ല ഇതല്ലേ. അതേസമയം ഒരു ഭയങ്കര ഇടുങ്ങിയ സ്ഥലം, ഭയങ്കര തിരക്ക്, ഹോണടി, ഭയങ്കര ട്രാഫിക് ഉള്ള സ്ഥലം, അപ്പുറത്തെ അറസ്റ്റ് മറ്റേ കോപ്പർ കർണാലത്തെ സീനാണ്. നമ്മളും അത് ബാധിക്കും. നമ്മളായി പോകും. പ്രാന്തല്ല, നമ്മൾ ശരിക്കും കുറച്ചുകൂടെ ഒരു ഇത് മാറും, നമ്മുടെ ആ ലിവിങ് സ്റ്റാൻഡേർഡ്സ് മാറുമ്പോൾ. നല്ല സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ നല്ല, പക്ഷെ പന്ന സ്ഥലത്തേക്ക് നമ്മൾ കുറച്ച് പന്നയായി പോകും. എനിക്ക് ആ ഒരു കമ്പാരിസൺ എനിക്ക് എപ്പോഴും മനസ്സിലായി ഇവിടെ അവിടെയും പോകുമ്പോഴും. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരെ അനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കും. ഇതിനല്ലേ അവൻ പറഞ്ഞത്. നേരെ ഞാൻ ഇവിടെ ഇരുന്ന് കൊണ അടിച്ചിട്ട് അതിന്റെ ഒരു അവസാനത്തെ ഒരു കൺക്ലൂഷൻ അവന്റെ ഇല്ല പണ്ടത്തെ ഇല്ല സീരിയലൊക്കെ കഴിയുമ്പോ ഇത് കാണിക്കും, പരാംശോ എന്ത് അങ്ങനെ ഒരു സാധനം കാണിക്കല്ലോ ലാസ്റ്റ് സമ്മറി. സീരിയലാണ് അറിയില്ല. ഞാൻ പണ്ട് കാണുമായിരുന്നു മറ്റേ കടമറ്റത്ത് കത്തനാറൊക്കെ. അതന്നെ, അല്ലാതെ വേറെ മറ്റേ കുടുംബവിളക്കും കുത്തുവിളക്കും ഒന്നും അല്ല. 1000 ഇതൊക്കെ ഒന്ന് നിർത്തി. 3000 ഒരു അമ്മച്ചി പറയാണ്, ഒരു പ്രായമുള്ള സ്ത്രീ പറയും, ഇതിപ്പോഴത്തെ സീരിയലൊക്കെ കാണാം, അതൊക്കെ നമ്മുടെ ജീവിതമായിട്ടുള്ള കറക്റ്റ് സാധനം അതിനകത്ത് കാണിക്കാൻ. അതിൽ കുറെ സത്യങ്ങളുണ്ട്. അയ്യേ ഇതെന്ത് അവര് പറയുന്നത് അതാ ജീവിതം. ആ ഒരു ജനറേഷന്റെ അത് കാണും. അതാ നമ്മുടെ എൻവയൺമെന്റ് കാര്യം പറയും. ഇത് കണ്ടാൽ നമ്മളും ഇങ്ങനെ വട്ടായി പോകും. അവര് ആ ലൂപ്പിൽ പെട്ടിരിക്കുക. മറ്റേ സ്ത്രീധനവും മറ്റേ എന്തൊക്കെയായിരുന്നു, കുത്തുവിളക്കോ കുടുംബവിളക്കോ എന്തൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ കണ്ടോ, ഞാനും അവളും ഒരുമിച്ചിരുന്ന് കഴിച്ച് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചോ, അല്ലെ 700 രൂപയുടെ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ വെളിയിൽ പോയി ഇത്ര രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചോ, ഇതൊരു അഹങ്കാരമില്ല, ആഡംബരം ഇത്ര. അതല്ല ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇടയ്ക്ക് ഇതുപോലെ ഷോർട്സ് വരുവേ. ഇതിനകത്ത് മറ്റേ ഇവര് ഫുൾ ടൈം വീട്ടിനകത്ത് നിൽക്കുവാണെങ്കിൽ മറ്റേ സാരി ഒക്കെ ഫുള്ള് ട്യൂണൊക്കെ കേൾക്കണോ. സോപ്പ് ഓപ്പറാസ് എന്ന് പറയും. ഇത് പക്ഷേ വിഷയം എന്നാന്നറിയാം. ഇത് ചിലപ്പോ വീട്ടിലായാലും അമ്മച്ചി വയ്ക്കാൻ, എന്റെ വീട്ടിലല്ല, ഞാൻ ഇപ്പം ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ചു. നമ്മളെ ചിലപ്പോ ഇങ്ങനെ സൈഡിൽ കൂടെ പണ്ട് TV ഉണ്ടായിരുന്നല്ലോ. അപ്പൊ TV ഇപ്പോഴല്ല TV കാണുന്നത്. നമ്മളും ആ വഴി പോകുമ്പോഴത്തേക്ക് നമ്മൾ കിടക്കിടക്കെ കാണുന്നത്. കുറച്ചേരം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കണ്ടു. ഇത് ഞാൻ പക്ഷേ ഞാൻ ഇതിനകത്ത് ഞാൻ കാണുന്നത് അതാണ്. ഇത് വന്നിരുന്ന് കാണാൻ തുടങ്ങിയാൽ നമ്മളിങ്ങനെ ഇരുന്ന് പോകും ചിലപ്പോ ഇതിനകത്ത് കേട്ടോ. ഇതുവരെ ട്രാപ്പായി പോകും. സാന്ത്വനം എന്തൊക്കെയുണ്ട് കൊറേ. 6 മണി തൊട്ട് 6 മണിക്ക് ഇങ്ങനെ ഇടാൻ പറ്റുന്ന അമ്മൂമ്മയോട് വരാം. സാരയോടെ ഇതുപോലെ ബിഗ് ബോസ് എന്റെ വീട്ടിൽ ബിഗ് ബോസ് ഞാനൊക്കെ കാണുമായിരുന്നു കേട്ടോ. എന്റെ പോലെ എന്തോ കോമഡിയാണെന്നറിയോ ലാസ്റ്റ് സീസൺ. ഞാനിതുപോലെ എന്റെ കസിന്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ ഒരു ദിവസം അവിടെ ഇപ്പോഴും ആ TVയുടെ പരിപാടിയാണ്. ഞാനൊരു ദിവസം ഇവരിതുപോലെ ഞാനും ഇരുന്നിങ്ങനെയാണോ ഞാൻ കാണാൻ ശരി ഇതെന്തോ അഡിക്റ്റിങ് ആണ്, ഭയങ്കര അഡിക്ഷൻ. നമ്മള് പെട്ടുപോയി അത്. എനിക്കാണെങ്കിൽ ഭയങ്കര അറപ്പുള്ള ഒരു സാധനം, പക്ഷെ ഞാനും ഇരുന്നത് കാണുമോ എന്ന് പറഞ്ഞാൽ അതുപോലെ അഡിക്റ്റീവ് ഈ സാധനം. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇതെന്തോ ആടെ ഇത് നമുക്ക് പോവാം സീനാന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവിടെ നിന്ന് എണ്ണീറ്റു. കാരണം എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടുപോകും. അയ്യോ സ്റ്റാർട്ടിങ് തുടങ്ങിയ സമയത്ത് അത് എന്തോ പൂര കിട്ടി അവിടെ ഇവിടെ എല്ലാം. അവസാനത്തെ ഇപ്പൊ ലാസ്റ്റ് സീസൺ ഞാൻ മൊത്തം ഒരുമാതിരി എല്ലാ സീസണിലെ എല്ലാ എപ്പിസോഡും സ്റ്റാൻഡേർഡ് കുറയത് നമുക്ക് വേറെന്തായാലും അല്ല അതിനകത്ത് കാണി ഇപ്പൊ ഇരുന്ന് പറയും മറ്റേ കാര്യമൊക്കെ എനിക്കതൊന്നും കേൾക്കണ്ട. മറ്റേ അവരത് ചെയ്ത് ഇത് ചെയ്ത് ആ കഥയൊക്കെ ശുദ്ധ അപരാധം പറച്ചില് തുടങ്ങും. താല്പര്യമില്ല. അരമണിക്കൂറായിരുന്നു. ആണോ? എന്നാ പിന്നെ നമുക്ക് മതിയില്ലയോ അരമണിക്കൂറിന്റെ വീഡിയോ ഒക്കെ മതി. ഒത്തിരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും നമ്മുടെ അടുത്ത് കംപ്ലൈന്റ് പറയുന്നുണ്ട്, നിങ്ങൾ 1 മണിക്കൂറൊന്നും കാണാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിരുന്നു. അല്ല നീ വേസ്റ്റാ ചുമ്മാ ഇരുന്ന്. അപ്പൊ നിന്റെ ഫസ്റ്റ് ലാസ്റ്റ് വീഡിയോയിലേക്ക് എന്റെ വീഡിയോസ് ഉടനെ വിടുന്നുണ്ട്. നിങ്ങളെ ഞാൻ അവിടെ ക്ഷണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അതിന്റെ പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ഞാനും റെഡിയാ. എനിക്ക് വയ്യ പണിയെടുക്കാൻ.
ഇല്ല പക്ഷെ ഇതൊരു എന്താ പറയാ ഒരു ഹോബി ആയിട്ട് വല്ലതും കൊണ്ടുപോകണം. അല്ലാണ്ട് ഒരു ഹോബി ഞങ്ങള് തീരുമാനിച്ചോളാം പടാ ഇത് ഹോബി ആക്കണോ പണിയാക്കണോ. ഈ മാമനെ ആരാണ് വിളിച്ചു ഇവിടെ ഓരോരുത്തന്മാർ ഓരോരും ചെയ്യും. നിങ്ങൾ മക്കളെ നിങ്ങളുണ്ടല്ലോ ഇതൊക്കെ നല്ലതാ. മറ്റേ പിള്ളേരുണ്ടാവത്തില്ല. അല്ല മറ്റേ എല്ലാം മൈരൻ അവിടെ വൈകിട്ട് പോയി ഡെയിലി പെഗ് അടിക്കുന്നതാണ്. നിങ്ങൾ പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചുണ്ടാവത്തില്ല, സ്റ്റാമിന. മുട്ടയുടെ മഞ്ഞ അടിക്കരുത്, മുട്ടയുടെ വെള്ളം മാത്രം, മുട്ട ഒത്തിരി കഴിക്കരുത്. എന്തുവായി കാണിക്കുന്നത്? ആ താഴെ അവിടെ നിന്ന് 2 പെഗ് അടിച്ചോണ്ടിരുന്നോണ്ടായി അവന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനാ നീ ഇപ്പൊ പറഞ്ഞത്. ഭയങ്കര മോശമാണ്. നീ 10-28 വയസ്സായതേ ഉള്ളൂ, ഇപ്പഴേ താന്തയോ ഇപ്പഴേ വയ്യ അവന് നടുവേദന, വയറുവേദന, തലവേദന. പോയി ജീവിതം പോയി. നീ പോയി ആർക്കെങ്കിലും വേണ്ടിയൊക്കെ പണിയെടുത്ത് എന്റെ ജീവിതം ഇങ്ങനെ ബാക്കിയുള്ളവരെ കൂടെ പഠിപ്പിക്കും. ഇതെങ്ങനെങ്കിലും നിർത്താതെ ആലോചിച്ചോണ്ടിരിക്കുക. ഇതൊരു ഹോബിയായിട്ട്. മറ്റേ പണ്ട് നമ്മളെ ഈ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്ന പാസ്പോർട്ട് പറയും ഇതൊക്കെ നല്ലതാ, പഠിത്തം ഫസ്റ്റ്. അതെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നിനക്ക് കുറച്ച് ഒരു നരച്ച ഇവിടൊക്കെ നരയും മറ്റേ ഈ കണ്ണാടി ഒരു സോഡാ കുപ്പി കണ്ണാടി. അല്ല ഇത് വെച്ചോ, ഇതിന് വരെ ഇവിടെ മറ്റേ ഗോൾഡ് ആക്കിയാ മതി. ഗോൾഡ് ഷർട്ടും ഒരു ഇവിടെ ഒരു പേന ഒരു കവറൊക്കെ ഇട്ട് തീവ. അപ്പൊ ശരി മതിയെ. ചിലപ്പോ വേണമെങ്കിൽ അടുത്ത വീഡിയോ ചിലപ്പോ ഇവൻ കാണും. ഞാനത് കുറവാ എന്നാലും